പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്വന്തം കുടുംബത്തിൻ്റെ ജോലികൾക്കിടയിലും ഒരു പാവപ്പെട്ട പൂർ ഹോമിൽ അഡീഷണലായിട്ട് ജോലി ചെയ്ത ഒരു മകനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ സ്വന്തം വീട്ടിലെ വലിയ സമ്പത്തൊന്നുമില്ല, പക്ഷെ അവൻ അധ്വാനിച്ച് പഠിച്ച് ഒരു ജോലിയൊക്കെ നേടി. ആ ജോലിയുടെ ഇടയ്ക്കുള്ള കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവൻ ഞങ്ങൾ അച്ഛന്മാരെ പോലെയുള്ളവരെയൊക്കെ സമീപിച്ചും വലിയ ധനമുള്ള വീടുകളൊക്കെ സമീപിച്ചുമൊക്കെ ഒരു പൂർ ഹോമിന് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവനെ പരിചയപ്പെടുക. ഇവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ കുറേ പഴയ വസ്ത്രങ്ങളും അതിനുശേഷം കുറച്ച് പണവുമൊക്കെ ആ പൂർ ഹോമിന് നൽകുകയുണ്ടായി. അതിന് വലിയ സന്തോഷമായി. അവൻ ചെയ്ത പ്രവൃത്തിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവനെ ഇതുപോലെ ക്രിസ്മസ് അവധി, ഓണാവധി പോലുള്ള സമയങ്ങളിലൊക്കെ വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറ്റുന്ന പോലെ പങ്കുവയ്ക്കുമായിരുന്നു. ഈ അടുത്ത ദിവസം അവൻ കുറേ നാളുകൾ കൂടി എൻ്റെ അടുത്ത് വന്നു. അന്നപ്പോൾ അവൻ പറയുകയായിരുന്നു, അച്ഛാ, എനിക്ക് പുറത്ത് ജോലി കിട്ടി അച്ഛാ, പക്ഷേ ജോലി കിട്ടിയിട്ട് ഞാൻ തിരിച്ച് അവധിക്ക് 1 മാസത്തിൽ വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ ഒന്ന് കാണണം തോന്നി. അച്ഛൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പഴയ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പൂർ ഹോമിന് കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. അത് കൊടുത്ത് അവനത് മേടിച്ച് പോകാൻ നേരത്ത് അവനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേ അച്ഛനൊരു വാച്ച് സമ്മാനമായിട്ട് കൊണ്ടുവരും. ഞാൻ പറഞ്ഞിടമ്മ, എനിക്ക് വാച്ചിനൊന്നും ആവശ്യമില്ല, എനിക്ക് വാച്ചുണ്ട്. എൻ്റെ പെങ്ങന്മാരുടെ മക്കൾ പോലും ചോദിച്ചിട്ടും എനിക്ക് വേണ്ടാന്ന് പറയുന്നതാണ്. പക്ഷെ അതങ്ങനെയല്ല അച്ഛാ, എനിക്കൊരു സ്നേഹം, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി അച്ഛൻ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് അച്ഛന് ഞാനൊരു സന്തോഷമായിട്ട് സമ്മാനമായിട്ട് തരും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അച്ഛനത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. വാച്ച് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം. പക്ഷേ ആ മകൻ്റെ ജീവിതത്തിലെ അവന് കാണുന്ന നന്മ പ്രവൃത്തികളും അവൻ ചെയ്യുന്ന പ്രവൃത്തികളും അവൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയുമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇതൊന്നും എല്ലാവർക്കും കിട്ടില്ല. കാരണം ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ നമ്മുടെ കൈകൾ ചലിക്കണമെങ്കിൽ, നമ്മുടെ കാലുകൾ മുൻപോട്ട് നീങ്ങണമെങ്കിൽ അതൊരു കൃപ ആവശ്യമാണ്. അത് ഈ മകനെപ്പോലുള്ള വ്യക്തികൾക്ക് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഇന്നും ലോകത്തിലെ പാവപ്പെട്ട സ്ഥാപനങ്ങളെ ഒക്കെ നിലനിന്ന് പോവുക. ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരെ, ഒന്നും ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്നവരെ, ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും ഒക്കെ സ്നേഹിച്ച് കർത്താവിനെ പോലെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് പോകുന്നവരെ, അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് മാതൃകയാവണം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണ്ണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ചെറുപ്പക്കാരെ, ഇതുപോലുള്ള നല്ല കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുക. കാരണം ദൈവമാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. വിശുദ്ധിയിൽ പൂർണ്ണനാണ്. ഒപ്പം അവിടത്തേക്ക് നമ്മൾ മഹത്വം കൊടുക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം വഴി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇടയായാൽ ഞാൻ പറയും അത് വലിയ വിജയമായിരിക്കും. നമുക്കിതുപോലുള്ള കൊച്ചു കൊച്ചു സൽകൃത്യങ്ങൾ ഈ വിധത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ചെയ്യുവാൻ ഇടയായാൽ ഈ വചനപ്രഘോഷണം ലോകത്തിൻ്റെ നെറുകയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.